സൗരയൂഥത്തിലെ ഒരു അപൂർവമായ കാഴ്ചയാണ് ഗ്രഹങ്ങൾക്ക് ചുറ്റുമുള്ള മനോഹരമായ വളയങ്ങൾ. അത് കേൾക്കുമ്പോൾ തന്നെ സാറ്റേണിന്റെ ഗംഭീരമായ വളയങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത്. എന്നാൽ സാറ്റേണിന് മാത്രമല്ല, സൗരയൂഥത്തിലെ അവസാനത്തെ 4 ഗ്രഹങ്ങൾക്കും വളയങ്ങളുണ്ട്. ഗ്രഹങ്ങൾക്ക് പുറമെ വളയങ്ങളുള്ള ഉൽക്കയെയും കുള്ളൻ ഗ്രഹങ്ങളെയും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കുള്ളൻ ഗ്രഹങ്ങളിൽ ഒന്നാണ് ക്വാവാർ. ഇതിന്റെ വളയങ്ങൾ മറ്റെല്ലാ വസ്തുക്കളുടെ വളയങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തവും വിചിത്രവുമാണ്. എത്രത്തോളം വിചിത്രമാണെന്നാൽ നമ്മുടെ നിലവിലത്തെ ബഹിരാകാശ ധാരണകൾ അനുസരിച്ച് ഈ വളയങ്ങൾ ഇതിനു ചുറ്റും നിലനിൽക്കേണ്ടവയല്ല. അതിനേക്കാൾ ഉപരി ഇങ്ങനൊരു വളയം യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതേയല്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശാസ്ത്രധാരണകളെയെല്ലാം ചോദ്യം ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ്. എന്താണ് ഈ വളയങ്ങളെന്നും അവയ്ക്ക് പിന്നിലുള്ള നിഗൂഢത എന്താണെന്നും നമുക്ക് നോക്കാം. ക്വാവാറിനെ കണ്ടുപിടിച്ചത് 2 പതിറ്റാണ്ടുകൾക്ക് മുന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ 2002. ഇത് നെപ്റ്റ്യൂണിനുമപ്പുറം കൈപ്പർ ബെൽറ്റ് മേഖലയിലുള്ള ഒരു വസ്തുവാണ്. ഒട്ടുമിക്ക വാൽ നക്ഷത്രങ്ങളും ഈ മേഖലയിൽ നിന്നുമാണ് വരുന്നത്. സൂര്യനിൽ നിന്നും ഏകദേശം 652 കോടി കിലോമീറ്ററുകൾക്കകലെയാണ് ക്വാവാർ. അതായത് പ്ലൂട്ടോയേക്കാൾ 120 കോടി കിലോമീറ്ററുകൾക്കകലെ. ഇത്രയും ദൂരത്തിലായതിനാൽ ഇത് ചിലപ്പോൾ പ്ലാനറ്റ് എക്സ് ആയിരിക്കുമെന്നാണ്, അതായത് സൗരയൂഥത്തിലെ 9ാമത്തെ ഗ്രഹമായിരിക്കുമെന്നാണ് ആദ്യം ഗവേഷകർ കരുതിയത്. എന്നാൽ തുടർന്നുള്ള നിരീക്ഷണങ്ങളിൽ നിന്നും ഇത് വളരെ ചെറിയൊരു വസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞു. 1110 കിലോമീറ്റർ വ്യാസമുള്ള ക്വാവാറിന് പ്ലൂട്ടോയുടെ പകുതി വലിപ്പമേയുള്ളൂ. 2007 ഇതിന് 170 കിലോമീറ്റേഴ്സ് മാത്രം വലിപ്പമുള്ള ചെറിയൊരു ഉപഗ്രഹമുണ്ടെന്ന് കണ്ടുപിടിച്ചു. വെയ്വോട്ട് എന്നാണ് അതിനെ പറയുന്നത്. ക്വാവാറിൽ നിന്നും ഏകദേശം 14,000 കിലോമീറ്ററുകൾക്കകലെയാണ് വെയ്വോട്ട്. 2021 ക്വാവാറിന്റെ അന്തരീക്ഷത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സ്റ്റെല്ലാർ ഒക്കൾട്ടേഷൻ നടക്കുന്ന സമയത്തിൽ ഒരു സംഘം ശാസ്ത്രജ്ഞർ ക്വാവാറിനെ നിരീക്ഷിച്ചു. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വസ്തു ഏതെങ്കിലും നക്ഷത്രത്തിന് മുന്നിലൂടെ പോകുന്നതിനെയാണ് സ്റ്റെല്ലാർ ഒക്കൾട്ടേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വസ്തു ഒരു നക്ഷത്രത്തിന് മുന്നിലൂടെ പോകുമ്പോൾ ആ വസ്തു കാരണം നക്ഷത്രത്തിന്റെ പ്രകാശം മങ്ങുന്നതായിട്ട് കാണപ്പെടും. അതെത്രത്തോളം മങ്ങിയെന്നും ആ നക്ഷത്രത്തിന്റെ ലുമിനോസിറ്റിയും മാസും അങ്ങനെ മറ്റ് പല കാര്യങ്ങളും വെച്ച് പരിഗണിക്കുമ്പോൾ മുന്നിലൂടെ പോയ വസ്തുവിന്റെ സവിശേഷതകൾ മനസ്സിലാക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ക്വാവാറിനെ നിരീക്ഷിച്ചത്. എന്നാൽ നിരീക്ഷണത്തിന് ശേഷം നോക്കിയപ്പോൾ ഒക്കൾട്ടേഷൻ നടക്കുന്നതിന് തൊട്ട് മുൻപും ശേഷവും ആ നക്ഷത്രത്തിന്റെ പ്രകാശം വളരെ ചെറിയ രീതിയിൽ മങ്ങിയിട്ടുണ്ട്. അതിനെ വിവരിക്കാനുള്ള ഒരേയൊരു പ്രതിഭാസം ക്വാവാറിന് ചുറ്റുമുള്ള വളയങ്ങൾ മാത്രമാണ്. അങ്ങനെ അവർ വീണ്ടും പഴയ ഡാറ്റകളൊക്കെ പരിശോധിച്ച് നോക്കി. ആ ഡാറ്റയിലെല്ലാം ഇതുപോലെ വളയങ്ങളുടെ തെളിവുകളുണ്ട്. അപ്പോഴാണ് ക്വാവാറിന് റിങ്സ് ഉണ്ടെന്ന കാര്യം സ്ഥിരീകരിച്ചത്. ഗ്രഹങ്ങൾക്ക് പുറമെ റിങ്സ് ഉള്ള ചെറിയ വസ്തുക്കളെ അതിനു മുൻപും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ചരിക്ലോ. ഇത് ശരിക്കും ഒരു ഉൽക്കയാണ്. ഇതിന് ആകെ 302 കിലോമീറ്റേഴ്സിന്റെ വ്യാസം മാത്രമേയുള്ളൂ. പക്ഷെ ഇതിനും വളയങ്ങളുണ്ട്. അതുകൊണ്ട് ചെറിയ വസ്തുക്കൾക്ക് ചുറ്റും വളയങ്ങൾ നിലനിൽക്കാമെന്ന വസ്തുത അത്ര അതിശയിപ്പിക്കുന്ന കാര്യമൊന്നും ആയിരുന്നില്ല. എന്നാൽ ക്വാവാറിന്റെ റിങ്സിനെ മറ്റെല്ലാ വസ്തുക്കളുടെയും റിങ്സിൽ നിന്നും തികച്ചും വ്യത്യസ്തമാക്കുന്നത് അത് നിലനിൽക്കുന്ന ദൂരമാണ്. ഈ വളയങ്ങൾ ക്വാവാറിൽ നിന്നും ഒരുപാട് അകലെയാണ്. അതിലെന്താണ് വലിയ പ്രത്യേകത എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റ് വസ്തുക്കളുമായിട്ട് ഇതിനെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കണം. അതിനോടൊപ്പം റിങ്ങുകൾ എങ്ങനെ രൂപം കൊള്ളുന്നുവെന്നും മനസ്സിലാക്കണം. സാധാരണ ഗ്രഹങ്ങൾക്ക് ചുറ്റും വളയങ്ങൾ ഉണ്ടാകുന്നത് ഏതെങ്കിലും ചെറിയ വസ്തുക്കൾ അവയുടെ ഒരുപാട് സമീപത്ത് വരുമ്പോഴാണ്. ചെറിയ വസ്തുക്കൾ ഒരു പരിധി കഴിഞ്ഞ് ഗ്രഹത്തിന്റെ അടുത്തെത്തുമ്പോൾ ഗ്രഹത്തിന്റെ ടൈഡൽ ഫോഴ്സ് കാരണം ആ വസ്തുക്കൾ പൊടിഞ്ഞു പോകും. ആ പൊടികളാണ് ഗ്രഹത്തിന്റെ വളയങ്ങളായി മാറുന്നത്. ഈ ഒരു പരിധിയെ റോഷ് ലിമിറ്റ് എന്നാണ് പറയുന്നത്. ഗ്രഹത്തിന്റെയും സമീപത്ത് വരുന്ന വസ്തുക്കളുടെയും സാന്ദ്രതയ്ക്കും വലിപ്പത്തിനും മാസിനും അനുസരിച്ച് റോഷ് ലിമിറ്റ് കൂടുകയും കുറയുകയുമൊക്കെ ചെയ്യും. എന്നിരുന്നാലും സാധാരണ ഗ്രഹങ്ങളുടെ പരമാവധി റോഷ് ലിമിറ്റ് എന്നത് അവയുടെ റേഡിയസിന്റെ 3 മുതൽ 4 മടങ്ങ് വരെ ആയിരിക്കും. അതായത് ചെറിയ വസ്തുക്കൾ ഈ ദൂരം കടന്നുപോയാൽ അവ പൊടിഞ്ഞു പോകും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എല്ലാ വസ്തുക്കളുടെയും വളയങ്ങൾ അവയിൽ നിന്നും അവയുടെ റേഡിയസിന്റെ പരമാവധി 4 മടങ്ങ് ദൂരത്തിനുള്ളിലായിരിക്കണം നിലനിൽക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ക്വാവാറിന്റെ വളയങ്ങൾ അതിൽ നിന്നും പരമാവധി ഏകദേശം 2000 കിലോമീറ്റേഴ്സിനുള്ളിലായിരിക്കണമായിരുന്നു. എന്നാൽ ഈ വളയങ്ങൾ അതിന്റെ റേഡിയസിന്റെ 7.5 മടങ്ങ് ദൂരത്തിനപ്പുറമാണ്. അതായത് ഏകദേശം 4100 കിലോമീറ്ററുകൾക്കകലെ. ഇങ്ങനെ റോഷ് ലിമിറ്റിന്റെ ഒരുപാട് അകലെ റിങ്സ് ഉണ്ടാവുക എന്നത് അസാധ്യമായ ഒരു കാര്യമൊന്നുമല്ല. ഒരുപക്ഷെ 2 ഉപഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയോ അല്ലെങ്കിൽ പുറത്തു നിന്നും വന്ന ഏതെങ്കിലും വസ്തു ഇതിന്റെ ഉപഗ്രഹവുമായിട്ട് കൂട്ടിയിടിക്കുകയോ ചെയ്താലും ഇങ്ങനെ ഒരുപാട് അകലെ റിങ്സ് ഉണ്ടാകാം. പക്ഷേ അങ്ങനെ രൂപം കൊള്ളുന്ന വളയങ്ങൾ തീരെ അൺസ്റ്റേബിൾ ആയിരിക്കും.
കാരണം ഇത്രയും ദൂരത്തിനപ്പുറം ഗ്രഹത്തിന്റെ ടൈഡൽ ഫോഴ്സ് തീരെ ദുർബലമായതിനാൽ ഈ വളയങ്ങൾക്ക് ഗ്രഹത്തിനെ സുസ്ഥിരമായിട്ട് വലം വയ്ക്കാനാകില്ല. അതുകൊണ്ട് കാലക്രമേണ ഈ വളയങ്ങൾ ഒരുമിച്ച് കൂടുകയും അത് പുതിയൊരു ഉപഗ്രഹമായി മാറുകയും ചെയ്യും. പ്രത്യേകിച്ച് ക്വാവോറിന്റെ ഈ തീരെ കനം കുറഞ്ഞ വളയങ്ങൾ ഏതാനും ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉപഗ്രഹമായി രൂപാന്തരപ്പെടേണ്ടതാണ്. ആദ്യം ഇതിനെ കണ്ടപ്പോൾ അങ്ങനെയാണ് ശാസ്ത്രജ്ഞർ കരുതിയത്. എന്നാൽ പഴയ ഡാറ്റകൾ പരിശോധിച്ചപ്പോൾ ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ടെങ്കിലും ഇതിന് ചുറ്റും വളയങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത്രയും കാലങ്ങളായിട്ടും എങ്ങനെയാണ് ഈ വളയങ്ങൾ നിലനിൽക്കുന്നത്? റോഷ് ലിമിറ്റിനപ്പുറം സുസ്ഥിരമായി നിലനിൽക്കുന്ന തീരെ കനം കുറഞ്ഞ വളയങ്ങൾ മറ്റ് ഗ്രഹങ്ങൾക്കുമുണ്ട്. ഉദാഹരണത്തിന് സാറ്റേണിന്റെ ഈ റിംഗ് അതിന്റെ റോഷ് ലിമിറ്റിനപ്പുറമാണ് നിലനിൽക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് സാറ്റേണിന്റെ ഒരു ഉപഗ്രഹമായ എൻസെലേഡസിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന പദാർത്ഥങ്ങൾ കാരണം ഉണ്ടായ റിംഗ് ആണ്. എൻസെലേഡസിൽ നിന്നും ഇങ്ങനെ നിരന്തരമായിട്ട് പദാർത്ഥങ്ങൾ റിംഗിൽ എത്തുന്നത് കൊണ്ടാണ് അതിപ്പോഴും നിലനിൽക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ സാറ്റേണിന്റെ ഈ റിംഗ് പണ്ടേ തന്നെ നശിക്കുമായിരുന്നു. സാറ്റേണിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇതുപോലെ ഏതൊരു വസ്തുവിന്റെയും റോഷ് ലിമിറ്റിനപ്പുറമുള്ള വളയങ്ങൾ സുസ്ഥിരമായി നിലനിൽക്കുന്നെങ്കിൽ അവയ്ക്ക് മറ്റെന്തെങ്കിലും സ്രോതസ് ഉണ്ടായിരിക്കും. പക്ഷേ ക്വാവാറിൽ അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. റിംഗ് ഉണ്ടാകാൻ മാത്രം അളവിൽ ഒരു പദാർത്ഥങ്ങളെയും ക്വാവാറും അതിന്റെ ഉപഗ്രഹവും പുറന്തള്ളുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ക്വാവാറിന് ചുറ്റും സ്റ്റേബിൾ ആയിട്ട് റിങ്ങുകൾ നിലനിൽക്കുന്നത്? എന്തുകൊണ്ടാണ് അതൊരു ഉപഗ്രഹമായി മാറാത്തത്? ശരിക്കും അതിന്റെ കാരണം എന്താണെന്ന് കൃത്യമായിട്ട് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അത് ഇന്നും ഒരു നിഗൂഢതയാണ്. എന്നാൽ സൈദ്ധാന്തികമായ ചില ആശയങ്ങളുണ്ട്. ഒരുപക്ഷെ ക്വാവാറിന്റെ വളയങ്ങൾ ഒന്നുകിൽ ക്വാവാറുമായിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഉപഗ്രഹവുമായിട്ടോ ഓർബിറ്റൽ റെസൊണൻസിലായിരിക്കും. ഭ്രമണം ചെയ്യുന്ന 2 വസ്തുക്കൾ കൃത്യമായ ഇടവേളകളിൽ ഒരു നിശ്ചിതമായ സ്ഥാനത്തിലെത്തുമ്പോൾ ഒരുമിച്ചാണ് നിരക്കുന്നതാണ് ഓർബിറ്റൽ റെസൊണൻസ്. ഉദാഹരണത്തിന് സൂര്യന് ചുറ്റുമുള്ള ഓർബിറ്റിൽ നെപ്റ്റ്യൂണും പ്ലൂട്ടോയും തമ്മിൽ 3:2 ഓർബിറ്റൽ റെസൊണൻസ് ഉണ്ട്. എന്നുവെച്ചാൽ നെപ്റ്റ്യൂൺ സൂര്യന് ചുറ്റും 3 തവണ വലം വയ്ക്കുമ്പോൾ പ്ലൂട്ടോ 2 തവണ വലം വയ്ക്കും. ഇതുപോലെ പല വസ്തുക്കൾ തമ്മിലും ഓർബിറ്റൽ റെസൊണൻസ് ഉണ്ട്. ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങളുടെയും വളയങ്ങളുടെയും ഓർബിറ്റുകൾ കൃത്യമായി നിലനിർത്താൻ ഓർബിറ്റൽ റെസൊണൻസ് ഒരു പ്രധാന ഘടകമാണ്. ഉദാഹരണത്തിന് ഒരു ഗ്രഹത്തിന് ഒരു ഉപഗ്രഹമുണ്ടെന്ന് കരുതുക. ഈ ഉപഗ്രഹത്തിന്റെ ഓർബിറ്റ് തീരെ അൺസ്റ്റേബിൾ ആണ്. അത് പതിയെ പതിയെ ഗ്രഹത്തിന് സമീപത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനാൽ അത് കാലക്രമേണ ഗ്രഹത്തിൽ വന്ന് പതിക്കും. എന്നാൽ ഇതിന് രണ്ടാമതൊരു ഉപഗ്രഹവും കൂടെ ഉണ്ടെന്ന് കരുതുക. രണ്ടാമത്തെ ഉപഗ്രഹം ഗ്രഹത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനാൽ കാലക്രമേണ അത് ഗ്രഹത്തിന്റെ ഗ്രാവിറ്റിയിൽ നിന്നും വിട്ടുപോകും. പക്ഷേ ഈ 2 ഉപഗ്രഹങ്ങളും തമ്മിൽ 2:1 ഓർബിറ്റൽ റെസൊണൻസിലാണെന്ന് കൂടെ കരുതുക. അതായത് ഒന്നാമത്തെ ഉപഗ്രഹം ഗ്രഹത്തിനെ 2 തവണ വലം വയ്ക്കുമ്പോൾ രണ്ടാമത്തെ ഉപഗ്രഹം 1 തവണ വലം വയ്ക്കും. ഇങ്ങനെ 2 തവണ വലം വയ്ക്കുന്നതിനിടയിൽ ഒന്നാമത്തെ ഉപഗ്രഹം എത്രത്തോളം ഗ്രഹത്തിന്റെ അടുത്തോട്ട് പോയോ അത്രത്തോളം ദൂരം തന്നെ അതിനെ രണ്ടാമത്തെ ഉപഗ്രഹം ഓരോ തവണ റെസൊണൻസ് ആകുമ്പോഴും പുറത്തോട്ട് വലിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഉപഗ്രഹം എത്രത്തോളം അകന്നു പോയോ അത്രത്തോളം തന്നെ അതിനെ ഒന്നാമത്തെ ഉപഗ്രഹം ഉള്ളിലോട്ട് വലിക്കും. അങ്ങനെ 2 ഉപഗ്രഹങ്ങളുടെയും ഓർബിറ്റുകൾ എപ്പോഴും വളരെ സ്റ്റേബിൾ ആയിരിക്കും. എന്നുവെച്ച് ഓർബിറ്റൽ റെസൊണൻസ് ഉള്ള എല്ലാ വസ്തുക്കളും ഇങ്ങനെയാണെന്നല്ല. മറിച്ച് ഓർബിറ്റൽ റെസൊണൻസിന് എങ്ങനെ 2 വസ്തുക്കളുടെ ഓർബിറ്റിനെ വളരെ സ്റ്റേബിൾ ആയിട്ട് നിലനിർത്താൻ കഴിയുമെന്നതിന്റെ സാങ്കല്പികമായ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഓർബിറ്റൽ റെസൊണൻസിന് ഒരുപക്ഷെ വസ്തുക്കളുടെ ഓർബിറ്റിനെ തീരെ അൺസ്റ്റേബിൾ ആക്കാനും കഴിയുമെന്ന കാര്യവും നിങ്ങൾ മറക്കരുത്. എന്തായാലും ഇതുപോലെ ഓർബിറ്റൽ റെസൊണൻസ് കാരണമായിരിക്കും ക്വാവാറിന്റെ റിങ്ങുകൾ സ്ഥിരമായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇതൊരു സംശയം മാത്രമാണ്. ഇവ തമ്മിൽ അങ്ങനെ ഓർബിറ്റൽ റെസൊണൻസ് ഉണ്ടോ എന്ന് പോലും അറിയില്ല. അതുമാത്രമല്ല, ക്വാവാറിന്റെയും അതിന്റെ ഉപഗ്രഹത്തിന്റെയും റിങ്സിന്റെയും എല്ലാം കൃത്യമായ മാസ് എത്രയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ റിങ്സ് സ്റ്റേബിൾ ആയിട്ട് നിലനിൽക്കുന്നതിന്റെ കാരണം ഓർബിറ്റൽ റെസൊണൻസ് തന്നെയാണോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ ശാസ്ത്രജ്ഞർ ഇതെല്ലാം കണക്കുകൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് ഒരുപാട് അകലെയായതിനാൽ അതെല്ലാം എത്രത്തോളം കൃത്യമാണെന്ന് അറിയില്ല. മറ്റൊരാശയം എന്നത് ഒരുപക്ഷെ നമ്മൾ ഇതുവരേക്കും കണ്ടിട്ടില്ലാത്ത വേറെയും ഉപഗ്രഹങ്ങൾ ക്വാവാറിനെ വലം വയ്ക്കുന്നുണ്ടായിരിക്കാം. അത് കാരണമായിരിക്കും ഈ വളയങ്ങൾ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ റോഷ് ലിമിറ്റ് കണക്കാക്കുന്നത് തെറ്റായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും നിലവിൽ ഇതൊരു വലിയ നിഗൂഢതയായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.